ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാരീസ് കിച്ചൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. ഒരു കുട്ടി വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയതായിട്ടും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോകൾ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നാണെങ്കിൽ മക്കളുടെ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ട്. അപ്പം അതിന് പോകണം. അതുകൊണ്ട് പെട്ടെന്ന് പണികളെല്ലാം തീർത്ത് അതിന് പോകണം. അപ്പം 10:30 പോകേണ്ടത്. അതുകൊണ്ട് ഞാൻ പോയിട്ട് വന്നിട്ടുള്ള ഇൻട്രോ ആണ് എടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോകൾ മുഴുവനായും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം എന്നാന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നാണെങ്കിൽ പൊറോട്ടയും മുട്ട റോസ്റ്റും ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ട ഒരു രണ്ട് മീഡിയം സൈസ് സവോള അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട തണ്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് ആറാനായിട്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി സവോളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇത് വഴറ്റാനായിട്ട് വെക്കണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊരു റെസിപ്പി ആയിട്ട് കിടക്കട്ടെ എന്ന് വെച്ച് ഇട്ടതായിരുന്നു. അപ്പോൾ അതവിടെ വഴഴാൻ വെച്ചു. അപ്പോൾ പകുതി സവോള വഴന്ന് വന്നപ്പോഴത്തേന് അതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ആ സവോളയൊന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ then ഇപ്പുറത്ത് വേണ്ട, ഞാൻ പറഞ്ഞില്ല ഒരു ദിവസത്തേനും കൂടെ വിറകുണ്ടെന്ന്. അപ്പോൾ വേണ്ട ചോറിനുള്ള വെള്ളം കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ട പൊറോട്ട ഇപ്പുറത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സവോള വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ പൊറോട്ടയും കൂടെ ഇപ്പുറത്ത് ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കാം. അപ്പം ഇത് പാക്കറ്റിൽ നിന്ന് ഉള്ള പൊറോട്ടയില്ല, നമ്മൾ പാക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടത്തില്ല, ഇപ്പോൾ കടകളിലൊക്കെ ഉണ്ടല്ലോ ആ പൊറോട്ട കേട്ടോ. വല്ലപ്പോഴും ഇങ്ങനെ മേടിക്കാറുണ്ട്. അപ്പോൾ സവോള വഴന്ന് വന്നപ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇവയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം വേണ്ട ഞാനിവിടെ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചും കൂടെ വെക്കും കേട്ടോ. അപ്പം ഇത് നമ്മുടെ പാനായതുകൊണ്ട് അടിയിലൊന്നും പിടിക്കത്തില്ല, അതുകൊണ്ടാണ് അടച്ച് വെക്കുന്നത്. അങ്ങനെ ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് 1 മിനിറ്റ് അടച്ച് വെച്ച് അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 1-1.25 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പം നിങ്ങൾക്ക് ഗ്രേവിക്ക് എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഇവിടെ കുറുകിയ ആ ഒരു പരുവാണ് വേണ്ടത്. ഒരുപാട് നീണ്ടും പോലും എന്നാൽ ഒട്ടും ഗ്രേവി ഇല്ലാതിരിക്കില്ല, അങ്ങനത്തെ പരുവാണ് ഇവിടെ. അപ്പോൾ അത് തിളയ്ക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ തിളച്ച് വന്നിട്ട് അത് തിളച്ച് വരട്ടെ. ആ സമയത്ത് ഞാൻ ഇപ്പുറത്ത് നമ്മുടെ പൊറോട്ടയും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഗ്രേവി എല്ലാം തിളച്ച് വന്നപ്പം മുട്ട തേണ്ട ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഇതിലോട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ആ മുട്ടയിലോട്ട് ആ മസാലയും ഉപ്പും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ ഇരുന്ന് ആവട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പൊറോട്ടയും കൂടെ ഉണ്ടാക്കി വെക്കണം. അങ്ങനെ വേണ്ട ബാക്കിയുള്ള പൊറോട്ടയും കൂടെ എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് വേണ്ട നമ്മുടെ മുട്ട റോസ്റ്റും ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ ഈ പരുവമാണ് വേണ്ടത് കേട്ടോ. ഇത്തിരി ചെറിയൊരു ചാറ് വേണം, എന്നാൽ ഒത്തിരി നീണ്ടതല്ല, കുറുകിയ ചാറോട് കൂടിയ കറിയാണ്. അങ്ങനത്തെ റോസ്റ്റാണ് ഇവിടെ ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കാറ്. നിങ്ങൾക്ക് വേണം ഇത്തിരിയും കൂടെ അതൊന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് വേണ്ട മക്കൾക്ക് കുളിപ്പിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചൂടായി. അപ്പോഴത്തേനും വേണ്ട ചോറിന് വെള്ളം തിളച്ചപ്പോഴത്തേനും ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വേണ്ട അതവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട്, അതവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പം തന്നെ ചേട്ടനും മക്കളും അവർ കഴിക്കാനായിട്ടെല്ലാം ഞാൻ കൊടുത്തു. അവർ കഴിച്ച് ചേട്ടൻ ജോലിക്കും പോയി, മക്കൾ സ്കൂളിലും പോയി.
അപ്പോഴത്തേന് പിന്നെ ഇനി ഉച്ചക്കത്തേനുള്ള പരിപാടിയൊക്കെയാണ്. ഞാനും കഴിച്ചായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് വേണ്ട നമ്മുടെ ചോറൊക്കെ വെന്തായിരുന്നു. ഞാൻ അടച്ചിട്ടു. ഇനിയിപ്പം ഗ്യാസേലാണ് വെക്കേണ്ടത്. വിറക് തീർന്നു. ഇനിയിപ്പം പിറ്റേ ദിവസം മുതൽ ഞാൻ ഗ്യാസേലാണ് വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് കറി എന്ന് പറയുന്നത് അയിലയായിരുന്നു. അയില വേണ്ട കറി വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ. പിന്നെ 2 അയില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് വറക്കാൻ വേണ്ടിയിട്ട്. അത് വേണ്ട വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തലേ ദിവസത്തെ ക്യാബേജ് തോരനുണ്ടായിരുന്നു. അത് ഞാൻ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നാടൻ പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിടിപ്പയറെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ പിടിപ്പയറെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ അവിടെ എന്നാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ അതും വേണ്ട മെഴുക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ കറികൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണേ. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നുപോലെ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.